സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു. സൂട്ട് കേസും ബാഗും എടുത്ത റൂം ബോയ് സഹീർ 2ാം നിലയിലേക്കുള്ള പടികൾ കയറി. ലാപ്ടോപ്പ് അടങ്ങിയ കേസ് ചുമലിൽ തൂക്കി സഞ്ജയ് മാത്യു പിന്നാലെ ചെന്നു. സന്ധ്യയായപ്പോഴേക്ക് നല്ല തണുപ്പ്. അപ്പോൾ രാത്രിയിൽ എന്തായിരിക്കും സ്ഥിതി? സ്വെറ്റർ എടുക്കാൻ മറന്നിട്ടില്ല. കൂടാതെ ബാഗിൽ ഒരു ഫുൾ ബോട്ടിൽ വോഡ്കയുണ്ട്. തൽക്കാലം തണുപ്പിനെ തോൽപ്പിക്കാൻ അത് രണ്ടും മതി. 210 നമ്പർ മുറിയുടെ മുമ്പിൽ ചെന്ന സഹീർ ബാഗ് നിലത്ത് വെച്ചു. എന്നിട്ട് താക്കോലെടുത്ത് വാതിൽ തുറന്നു. സഞ്ജയ് ചുറ്റും ഒന്ന് നോക്കി. നീണ്ട ഇടനാഴിയുടെ ഇരുവശത്തും മുറികൾ. എല്ലാം അടഞ്ഞു കിടക്കുന്നു. താമസക്കാർ കാണുമായിരിക്കും. സഹീർ മുറിയിലേക്ക് കയറി ലൈറ്റിട്ടു. സൂട്ട് കേസും ബാഗും മേശപ്പുറത്ത് വെച്ചു. സഞ്ജയിന് റൂം ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയും വെടിപ്പും. ഡബിൾ റൂം ആയതുകൊണ്ടാവാം. അടുപ്പിച്ചിട്ട 2 കട്ടിലുകൾ, മടക്കി വെച്ച കമ്പിളിപ്പുതപ്പ്, ടെലിവിഷൻ. എന്താ ഇയാളുടെ പേര്? അയാൾ റൂം ബോയോട് ചോദിച്ചു. വരും ദിവസങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരും. കയ്യിലെടുത്ത് വെക്കുന്നതാണ് ബുദ്ധി. സഹീർ. എവിടെയാ സഹീറിൻ്റെ വീട്? അടിമാലിയിലാണ് സർ. മാരീഡാണോ? അല്ല. ഗുഡ്. ഞാനും മാരീഡല്ല. സഹീർ പുഞ്ചിരിച്ചു. എല്ലാ ഫെസിലിറ്റിയുമുള്ള ഹോട്ടലല്ലേ ഇത്? സഞ്ജയ് അർദ്ധഗർഭമായ ഒരു ചിരിയോടെ ചോദിച്ചു. അതെ സർ. റെസ്റ്റോറൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഡിന്നർ 7 PM to 10 PM. ലോബിയിൽ മാത്രമേ വൈഫൈ കിട്ടൂ. ബ്രേക്ക്ഫാസ്റ്റ് 7:30 AM to 10:30. സഹീർ, എനിക്കിപ്പോൾ വേണ്ടത് ഒരു ഗ്ലാസും ഫ്രൈഡ് നട്ട്സും ഹാഫ് ലിറ്റർ സ്പ്രൈറ്റുമാണ്. സഞ്ജയ് പറഞ്ഞു. കൊണ്ടുവരാം സർ. ഡിന്നർ റൂമിൽ സെർവ് ചെയ്യുമോ? യെസ് സർ. വേണ്ട, ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരാം. റെസ്റ്റോറൻറ്റിലാകുമ്പോൾ മറ്റ് ഗസ്റ്റുകളെ കാണാനും പരിചയപ്പെടാനും സൗകര്യം കിട്ടും. അക്കൂട്ടത്തിൽ സുന്ദരിമാർ കാണാതിരിക്കുമോ? 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൊണ്ടുവരണം. സഞ്ജയ് നിർദ്ദേശം കൊടുത്തു. ശരി സർ. സഹീർ പിൻവാങ്ങിയപ്പോൾ അയാൾ വാതിലടച്ച് ബോൾട്ടിട്ടു. ഇനി കുളിക്കണം, വേഷം മാറണം. രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഒറ്റയ്ക്ക് കാർ ഓടിക്കുന്നതിൽ പരം ബോറിംഗ് സംഭവം ലോകത്ത് വേറെയില്ല. അയാൾ വേഷം അഴിച്ചു മാറ്റിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചു. അപ്പോൾ ഒരു മൂളിപ്പാട്ട് പാടാൻ തോന്നി. പാട്ട് മൂളുമ്പോൾ ജാസ്മിനെക്കുറിച്ച് ഓർമ്മ വന്നു. തേൻ നിറഞ്ഞ മാതളപ്പൂവി, നിന്നെ തേടി ഇതാ ഒരു ശലഭം എത്തിയിരിക്കുന്നു. കുളി കഴിഞ്ഞ് സൂട്ട് കേസിൽ നിന്ന് കോട്ടൺ ഫുൾ സ്ലീവ് ഷർട്ടും പൈജാമയും എടുത്ത് ധരിച്ചു. ഷർട്ടിന് മീതെ സ്വെറ്ററും ഇട്ടു. എന്നിട്ടും തണുപ്പ്. റൂം ബോയ് വന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഡോർ ബെല്ല് മുഴങ്ങി. സഞ്ജയ് ചെന്ന് വാതിൽ തുറന്നു. ഒരു ട്രേയിൽ ഗ്ലാസും 1/2 ലിറ്ററിൻ്റെ സ്പ്രൈറ്റും ഒരു പ്ലേറ്റിൽ വറുത്ത കശുവണ്ടി പരിപ്പുമായി സഹീർ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. തന്നെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ. സഹീർ മുറിയിലേക്ക് കയറി ട്രേയിൽ കൊണ്ടുവന്നതെല്ലാം മേശപ്പുറത്ത് വെച്ചു. സർ, ഇനി എന്തെങ്കിലും? എനിക്ക് സഹീറിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. ഐ വാണ്ട് ടു ലൊക്കേറ്റ് എ ഗേൾ. എനിക്ക് പരിചയമുള്ള ഒരു പെണ്ണ് ഈ നാട്ടിലെവിടെയോ വന്നിട്ടുണ്ട്. അവളെ കണ്ടുപിടിക്കാൻ സഹീറിൻ്റെ സഹായം വേണം. റൂം പോയി അയാളെ പകച്ചു നോക്കി. ഹോട്ടലിന് ചുറ്റും ഫോറസ്റ്റ് ഏരിയയാണ് സർ. ഈ ഭാഗത്തൊന്നും വീടുകളില്ല, അവൻ പറഞ്ഞു. പിന്നെവിടെയാണ് ആളുകൾ താമസിക്കുന്നത്? ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞാൽ ചില ഊരുകളുണ്ട്, അതായത് ഗ്രാമങ്ങൾ. അവിടെയാണ് വീടുകൾ. ഏതൊക്കെയാണ് ഊരുകൾ? കോവിലൂർ, കൊട്ടക്കമ്പൂർ, ചിലന്തിയാർ, പഴന്തോട്ടം, എടവരി, ആദിവാസിക്കുടി, സ്വാമിയർശാല, കാന്തള്ളൂർ, മറയൂർ. പേരുകൾ കേട്ട് സഞ്ജയിൻ്റെ തല പെരുതു. തൊട്ടടുത്ത ഊര് ഏതാണ്? കോവിലൂർ. അവിടെ മുതൽ അന്വേഷണം തുടങ്ങാം എന്നയാൾ തീരുമാനിച്ചു. ചില വിവരങ്ങൾ കയ്യിലുണ്ട്, അത് വെച്ച് തുടങ്ങാം. അവളുടെ ചേച്ചിയുടെ പേര് ജെനി എന്നാണ്. ചേട്ടൻ്റെ പേര് ബോബി എന്നാണ്. ബോബി കൃഷിക്കാരനാണ്. സഹീർ, എന്നാണ് നിന്റെ ഓഫ് ഡേ? അയാൾ ചോദിച്ചു. വെള്ളിയാഴ്ചയാണ് സർ. അന്ന് നീ എൻ്റെ കൂടെ കോവിലൂർക്ക് വരണം. എൻ്റെ കാറുണ്ട്, നമുക്ക് ഇവിടുന്ന് ചുറ്റിയടിക്കാം. കോവിലൂർ നല്ല പരിചയമുള്ള വേറൊരാൾ ഇവരുണ്ട് സർ. എനിക്ക് ആ ഭാഗത്തൊന്നും ഒരു പിടിയുമില്ല. അതാരാണ്? ഇവിടുത്തെ മാനേജരാണ് സർ. പേര് ക്രിസ്റ്റി. എങ്കിൽ പിന്നെ സഹീറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ ഡിന്നർ കിട്ടുമല്ലോ? കിട്ടും സർ. സഹീർ മുറിയിൽ നിന്നിറങ്ങി വാതിലടച്ചു. ബാഗിൽ നിന്ന് സഞ്ജയ് വോഡ്കയുടെ കുപ്പിയെടുത്ത് തുറന്നു. ഒരു ലാർജ് ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി. പിന്നെ ഗ്ലാസ് നിറയെ സ്പ്രൈറ്റ് പകർന്നു. ഗ്ലാസ്സിലെ പാനീയത്തിൽ നിന്ന് അനേകം വായു കുമിളകൾ ഉയരുന്നത് നോക്കി അയാൾ രസത്തോടെ ഇരുന്നു.
ഒരു നിമിഷം കഴിഞ്ഞ് അയാൾ ഗ്ലാസ് ഉയർത്തി ഒരു കവിൾ കുടിച്ചു. ജാസ്മിനോട് സംസാരിച്ചുകൊണ്ടും മതി ബാക്കി കാര്യങ്ങൾ. അയാൾ ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു. മൈ ഡോക്യുമെൻറ്റിൽ ജാസ്മിൻ എന്ന പേരിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവളുടെ കുറേയേറെ ഫോട്ടോകൾ സേവ് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോകളും. അയാൾ ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്തു, തുറന്നു. യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ കാപ്പിക്കപ്പുമായിരിക്കുന്ന ജാസ്മിൻ്റെ ചിത്രമായിരുന്നു അത്. എതിർവശത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ മൊബൈലിൽ എടുത്തതായിരുന്നു അത്. ഇളം വയലറ്റ് നിറത്തിലുള്ള ടോപ്പാണ് അവൾ ധരിച്ചിരുന്നത്. എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു അവൾ. വായ് തുറന്ന് ഭംഗിയുള്ള വെളുത്ത പല്ലുകൾ കാട്ടി കവിളിലെ നുണക്കുഴികൾ വിരിയിച്ച് കണ്ണുകൾ പാതിയടച്ച് എന്തൊരു ഊർജ്ജസ്ഥലയായ പെണ്ണാണ് ജാസ്മിൻ. അയാൾ അവളുടെ ചിത്രത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന് വോഡ്ക അല്പാൽപമായി കുടിച്ചു. അവൾ ധരിച്ചിരുന്ന ടോപ്പിൻ്റെ കോളറിൻ്റെ വിടവിലൂടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണ ചെയിനിൻ്റെ ഒരു ഭാഗം കാണാം. ആ സ്വർണ്ണ ചെയിനിൻ്റെ തുമ്പ് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുന്നത്? ആ ചിന്ത വന്നപ്പോൾ സഞ്ജയന് ഇരിക്കപ്പുറതിയില്ലാതെയായി. അയാൾ മൊബൈലെടുത്ത് ജാസ്മിൻ്റെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് അവൾ കോൾ എടുത്തത്. ഹലോ. ദുർബലമായിരുന്നു അവളുടെ സ്വരം. ജാസ്മിൻ, ഇത് ഞാനാണ്, സഞ്ജയ്. മനസ്സിലായി. എന്നിട്ട് പിന്നെന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഞാനിപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നിൻ്റെ അടുത്ത്, നിൻ്റെ വളരെ വളരെ അടുത്ത്. അവൾ മിണ്ടിയില്ല. വിശ്വാസമായി കാണില്ലായിരിക്കും. ഞാനിപ്പോൾ ഈ വനത്തിൻ്റെ നടുവിലാണ്. ഹോ, എന്തൊരു തണുപ്പ്! ഇപ്പോൾ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ. നീ ഏത് ഊരിൽ പോയി ഒളിച്ചാലും ഞാൻ വന്ന് കണ്ടുപിടിക്കും മോളെ. നാളെ നേരം വെളുത്താലുടൻ ഞാൻ പുറപ്പെടുകയാണ് നിന്നെ തേടി. പെട്ടെന്ന് കോൾ കട്ടായി. സഞ്ജയ് വീണ്ടും അവളെ വിളിച്ചു. പക്ഷേ അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അയാൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന വോഡ്ക വായിലേക്ക് കമഴ്ത്തി. പുറത്തേക്ക് പോകാനായി ജീൻസും പുതിയ ഷർട്ടും ധരിച്ച ക്രിസ്റ്റി ചുറുചുറുക്കോടെ കോണിപ്പടികൾ ഇറങ്ങി വന്നു. താഴത്തെ മുറിയിൽ ജെനി ഉണ്ടായിരുന്നു അപ്പോൾ. ജാസ്മിൻ എവിടെ? അവൻ തിരക്കി. അവൾ റൂമിൽ കാണും. എന്താ ക്രിസ്റ്റി? സർവേക്കോ മറ്റോ രാവിലെ 10:30 സ്കൂളിൽ പോകണമെന്നും കൂട്ടിച്ചെല്ലണമെന്നും ജാസ്മിൻ ഇന്നലെ ചോദിച്ചായിരുന്നു. ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞതുമാ. മണി ഇപ്പോൾ 10:30 കഴിഞ്ഞു. എന്നിട്ട് ആളിനെ കാണാനുമില്ല. ഓ, അതാണോ ബോബി ചായൻ ഇന്ന് ജീപ്പ് എടുക്കാതെ കാറിൽ പോയത്? ജീപ്പ് വേണമെന്ന് നീ ഇച്ചായനോട് പറഞ്ഞായിരുന്നോ? കാറിനേക്കാൾ എനിക്കിഷ്ടം ജീപ്പാണ്. ജീപ്പ് ഈസ് മോർ മാസ്കുലിൻ. അവൻ പറഞ്ഞത് മനസ്സിലായില്ല ജനിക്ക്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജാസ്മിനോട് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ വേഗം വരാൻ പറയാമോ? ഇല്ലെങ്കിൽ എനിക്കൊന്ന് കിടന്നുറങ്ങണം. ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ തനിച്ചു പോയിക്കോളാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് ജാസ്മിൻ പറഞ്ഞു. ക്രിസ്റ്റി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ പോകാം, ഞാൻ റെഡി. ജാസ്മിൻ്റെ മുഖം മ്ലാനമായിരുന്നു. തലേ ദിവസം കണ്ട സന്തോഷമോ പ്രസരിപ്പോ കാണാനില്ലായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവൾക്ക് എന്താണ് സംഭവിച്ചത്? ചെല്ല് ജാസ്മിൻ, ക്രിസ്റ്റി വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? ജെനി പറഞ്ഞു. ജാസ്മിൻ അവളുടെ മുറിയിൽ ചെന്ന് ഷോൾഡർ ബാഗ് എടുത്തുകൊണ്ട് വന്നു. ബാഗിന് നല്ല ഭാരമുണ്ടെന്ന് അവൾ അത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ക്രിസ്റ്റിക്ക് തോന്നി. ബാഗിന് അവൾ കൈ നീട്ടി. പക്ഷേ അവൾ കൊടുത്തില്ല. ജാസ്മിന് നല്ല സുഖം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് നാളെ പോകാം. അവനൊരു നിർദ്ദേശം വെച്ചു. പോകാം, അവൾ പറഞ്ഞു. അവൻ ചെന്ന് ജീപ്പിൽ കയറി. അവൻ്റെ അടുത്ത് അവൾ ചെന്നിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ജീപ്പ് പോയത്. സ്കൂളിൻ്റെ മുന്നിലൂടെ പലവട്ടം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല. എന്താ ഇന്നൊരു മൂഡ് ഓഫ്? വണ്ടി ഓടിക്കുന്നതിനിടയിൽ ക്രിസ്റ്റി ചോദിച്ചു. ജാസ്മിൻ മറുപടി പറഞ്ഞില്ല. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വേണ്ട. എന്നിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. മുന്നിലേക്ക് നോക്കി ഒരു പ്രതിമയെപ്പോലെ ഇരുന്നതേയുള്ളൂ. ഈ പെൺപിള്ളേരുടെ ഓരോ സ്വഭാവം അവൻ മനസ്സിൽ പെറുപെറുത്തു. അവർ ചെന്നപ്പോൾ സ്കൂൾ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റൻഡർ വന്ന് ഉള്ളിൽ നിന്ന് ഗേറ്റ് അടയ്ക്കും. വാ, ജീപ്പിൽ നിന്നിറങ്ങി അവൻ പറഞ്ഞു. മെയിൻ ഗേറ്റിനോട് ചേർന്ന് വിക്കറ്റ് ഗേറ്റ് ഉണ്ടായിരുന്നു. അതുവഴി ക്രിസ്റ്റി അകത്തേക്ക് കയറി. ജാസ്മിൻ പിന്നാലെ ചെന്നു. ആരെയാണ് കാണേണ്ടത്? അവൻ ചോദിച്ചു. പ്രിൻസിപ്പലിനെ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ജാസ്മിൻ പോയി കണ്ടിട്ട് വാ. അവൾ ക്രിസ്റ്റിയെ ഒന്ന് നോക്കി. തൻ്റെ പെരുമാറ്റത്തോട് പ്രതിഷേധിക്കുകയാണ് അവനെന്ന് അവൾക്ക് തോന്നി. ഇന്നലെ രാത്രിയിൽ സഞ്ജയ് വിളിച്ച ശേഷം ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവൻ തപ്പിപ്പിടിച്ചു വന്നാൽ ഇവിടെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കില്ലെന്ന് ആർക്കറിയാം? തൻ്റെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ക്രിസ്റ്റി അറിഞ്ഞാൽ
അത് തൻ്റെ പ്രൊജക്റ്റിൻ്റെ അന്ത്യം കുറിക്കും. 2 വർഷം പോണ്ടിച്ചേരിയിൽ പോയി പഠിച്ചതിന് ഒരു ഫലവുമില്ലാതാവും. പരീക്ഷ എഴുതിയാലും ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാത്തത് കൊണ്ട് തടഞ്ഞു വയ്ക്കും. ക്രിസ്റ്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോ, അവൾ പറഞ്ഞു. എനിക്ക് തിരക്കില്ല, പോയിട്ട് വാ. നീണ്ട ഇരുനില കെട്ടിടമായിരുന്നു സ്കൂൾ. അധ്യാപകർ ക്ലാസ് എടുക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. കുട്ടികൾ നിശബ്ദർ. പ്രിൻസിപ്പാലിൻ്റെ മുറി കണ്ടുപിടിച്ച് അവൾ ചെന്നു. ഇരു ചെവികൾക്ക് മീതെയും മുടി നരച്ചു തുടങ്ങിയ ഉയരമുള്ള മധ്യവയസ്കനായിരുന്നു പുരോഹിതനായ പ്രിൻസിപ്പൽ. ഫാദർ, എൻ്റെ പേര് ജാസ്മിൻ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MA സൈക്കോളജി സ്റ്റുഡൻ്റാണ് ഞാൻ. സിലബസിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കാനുണ്ട്. പ്രൊഫസർ ഗുണശേഖരൻ തയ്യാറാക്കി കൊടുത്ത കത്ത് കവറിൽ നിന്നെടുത്ത് അവൾ പ്രിൻസിപ്പലിന് കൊടുത്തു. അദ്ദേഹം അത് ശ്രദ്ധാപൂർവം വായിച്ചു. ജാസ്മിൻ നെഞ്ചിടിപ്പോടെ കാത്തിരുന്നു. കുട്ടികളെ കാണാനും ചോദ്യാവലികൾ കൊടുത്ത് അവരുടെ പ്രതികരണങ്ങൾ വാങ്ങാനും അനുവാദം കിട്ടുമോ? ഫാദർ പെട്ടെന്ന് തലയുയർത്തി നോക്കി ഗൗരവഭാവത്തിൽ തലകുലുക്കി. ജാസ്മിൻ സെലക്ട് ചെയ്ത വിഷയം കൊള്ളാം. സ്കൂൾ കുട്ടികളെപ്പോലും കഴുകന്മാർ വെറുതെ വിടാത്ത ഇക്കാലത്ത് ഈ റിസർച്ചിന് പ്രാധാന്യമുണ്ട്. ആൻസി മിസ്സിനെ ഞാൻ വിളിക്കാം. ഷീ വിൽ ഹെൽപ്പ് യു. അദ്ദേഹം ഉടൻ തന്നെ ഫോണിൻ്റെ റിസീവർ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്തു. ആരോടോ എന്തോ പറഞ്ഞു. ആൻസി മിസ് ഇപ്പോൾ വരും. ഇംഗ്ലീഷ് ടീച്ചറാണ്. ആൻഡ് ഷീ ഓൾസോ ഡസ് കൗൺസിലിംഗ് ടു ഗേൾ സ്റ്റുഡൻസ്. റിസീവർ വെച്ചിട്ട് അദ്ദേഹം അറിയിച്ചു. ജാസ്മിന് സന്തോഷമായി. ആൻസി മിസ്സിനെ പോലുള്ള ഒരു ടീച്ചറിൻ്റെ സഹായമാണ് വേണ്ടത്. പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളായതുകൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ടീച്ചറിൽ നിന്ന് കിട്ടിയേക്കും. ഉടൻ തന്നെ ചെറുപ്പക്കാരിയായ ഒരു ടീച്ചർ മുറിയിലേക്ക് കയറി വന്നു. ടീച്ചർ, ഇത് ജാസ്മിൻ. ആൻസി മിസ്സിന് അവളെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ വന്നതിൻ്റെ ഉദ്ദേശവും പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ജാസ്മിൻ വരുന്നു. ആൻസി മിസ് അവളെ സ്വീകരിച്ചു. താങ്ക് യു ഫാദർ. അവൾ പ്രിൻസിപ്പാലിന് നന്ദി പറഞ്ഞു. യു ആർ വെൽക്കം. ടീച്ചേഴ്സ് റൂമിലേക്കാണ് ജാസ്മിനെ ആൻസി മിസ് കൊണ്ടുപോയത്. മറ്റ് ടീച്ചർമാർ ക്ലാസ്സുകളിലായിരുന്നത് കൊണ്ട് ആരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആൻസി മിസ്സും ജാസ്മിനും ഒരു മേശയുടെ ഇരുവശത്തുമായി പരസ്പരം നോക്കിയിരുന്നു. ഏത് ക്ലാസ്സിലെ കുട്ടികളെയാണ് ജാസ്മിന് കാണേണ്ടത്? 9ാം ക്ലാസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവൾ പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 15കാരിയായിരുന്നു കൊച്ചുറാണി. ഓറഞ്ച് തോട്ടത്തിലെ കുളക്കരയിൽ വെച്ച്. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ബെല്ലടിക്കും. നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് പോകാം. ജാസ്മിന് കുട്ടികളോട് സംസാരിക്കാം. അവരിൽ നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യനെയർ കൊണ്ടുവന്നിട്ടുണ്ട് മിസ്. അത് ഫിൽ ചെയ്തു വാങ്ങിയാൽ മാത്രം മതി, അവൾ പറഞ്ഞു. ബാഗിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് അതിൽ ക്ലിപ്പ് ചെയ്തു വച്ചിരുന്ന ചോദ്യാവലികളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൾ ആൻസി മിസ്സിന് കൊടുത്തു. മിസ് അത് വായിച്ചു നോക്കി. 50 ചോദ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ഗുഡ്. പുരുഷന്മാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് വെളിപ്പെടുത്തും. ചില കുട്ടികൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മമാരെക്കാളേറെ കുട്ടികൾ ടീച്ചർമാരെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജാസ്മിനും ആൻസി മിസ്സും പെട്ടെന്ന് കൂട്ടായി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ പീരീഡ് അവസാനിക്കുന്നതിൻ്റെ ബെല്ല് മുഴങ്ങി. പെൺകുട്ടികൾ മാത്രമുള്ള 9ാം ക്ലാസ്സിലേക്ക് ജാസ്മിനെ ആൻസി മിസ് കൊണ്ടുപോയി. നീലയും വെള്ളയും ഷർട്ടും ഫിനോഫോ യൂണിഫോമും ധരിച്ച് പെൺകുട്ടികളായിരുന്നു ആ 30 പേരും. യൗവനത്തിലേക്ക് അതിവേഗം വളരുന്ന ശരീരങ്ങളാണ് ആ യൂണിഫോമിനുള്ളിൽ ഉള്ളതെന്ന് ജാസ്മിന് അറിയാമായിരുന്നു. ആൻസി മിസ് അവൾക്ക് ജാസ്മിനെ പരിചയപ്പെടുത്തി. താൻ വന്നതിൻ്റെ ഉദ്ദേശ്യം അവൾ ലളിതമായ ഭാഷയിൽ അവരോട് പറഞ്ഞു. അവർ കൗതുകത്തോടെ അത് കേട്ടിരുന്നു. അതിനുശേഷം അവൾ ചോദ്യാവലി അച്ചടിച്ച കടലാസ് അവർക്ക് വിതരണം ചെയ്തു. ചോദ്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ സത്യസന്ധമായി ഉത്തരം എഴുതണം. പേരോ നമ്പറോ ഒന്നും അതിലെഴുതണ്ട. അതായത് നിങ്ങൾ ഉത്തരം എഴുതിയ കടലാസ് ആരുടേതാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. കുട്ടികൾ തലകുലുക്കി. ക്ലാസ്സിൽ വെച്ച് തന്നെ പൂരിപ്പിച്ച് ഇന്ന് തന്നെ തിരിച്ചു തന്നാൽ ഉപകാരമായിരുന്നു, ജാസ്മിൻ പറഞ്ഞു. കുട്ടികൾ വീട്ടിലേക്ക് അത് കൊണ്ടുപോയാൽ വീട്ടുകാർ അത് വാങ്ങി നശിപ്പിച്ചു കളയും എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ജാസ്മിൻ കോവിലൂരിലല്ലേ താമസിക്കുന്നത്? ആൻസി മിസ് ചോദിച്ചു. അതെ. ക്ലാസ് ലീഡർ മലർക്കൊടിയുടെ വീടും കോവിലൂരിലാണ്. ആൻസർ എഴുതിയ പേപ്പേഴ്സ് അവൾ കളക്ട് ചെയ്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ജാസ്മിൻ്റെ വീട്ടിലെത്തിക്കും. പോരെ? മലർക്കൊടി സ്റ്റാൻഡപ്പ്, ആൻസി മിസ് ആവശ്യപ്പെട്ടു. മുൻവരിയിലിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു.
വലിയ കണ്ണുകൾ വിടർത്തി അവൾ ജാസ്മിനെ ഒന്ന് നോക്കി. മലർക്കൊടിക്ക് പ്രായത്തിലേറെ വളർച്ചയുണ്ടെന്ന് അവൾക്ക് തോന്നി. ജാസ്മിൻ താമസിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മലർക്കൊടി അവിടെ വരും. ചെട്ടിശ്ശേരിൽ വീടിനെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞു. ബോബി അങ്കിളിൻ്റെ വീടല്ലേ? എനിക്കറിയാം മിസ്, അവൾ പറഞ്ഞു. ജാസ്മിന് സമാധാനമായി. ആൻസി മിസ്സിനോട് യാത്ര പറഞ്ഞ് അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി. അവൾ വെളിയിലെത്തിയപ്പോൾ അവിടെ എങ്ങും ക്രിസ്റ്റി ഉണ്ടായിരുന്നില്ല. വിക്കറ്റ് ഗേറ്റ് വഴി പുറത്തു കടന്നപ്പോൾ റോഡിൻ്റെ ഓരം ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൽ ക്രിസ്റ്റി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സോറി ക്രിസ്റ്റി, ഞാൻ ഒരുപാട് ലേറ്റായി അല്ലേ? അവൾ ക്ഷമാപണത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല, വണ്ടിയിലിരുന്ന് ഞാനൊന്നുറങ്ങി. എങ്കിൽ നമുക്കിനി പോകാം. അവൾ ജീപ്പിലേക്ക് കയറി. സ്കൂളിലേക്ക് പോയ ജാസ്മിനല്ല തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ക്രിസ്റ്റിക്ക് തോന്നി. നേരത്തെ ഉണ്ടായിരുന്ന മ്ലാനത മാറിയിരിക്കുന്നു. ഇപ്പോൾ അവൾ കൂടുതൽ ഉല്ലാസവതിയാണ്. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ഇനി സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല. വേറെ എവിടെയെങ്കിലും പോണോ? വേണ്ട ക്രിസ്റ്റി, പോകാനുണ്ടെങ്കിൽ ഞാൻ പറയാം. അവർ ചെട്ടിശ്ശേരിയിൽ ചെന്നു. ഞാൻ കുറച്ച് കിടക്കാൻ പോവുകയാണ്, ഒന്നുറങ്ങണം, അവൻ പറഞ്ഞു. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഖേദത്തോടെ അവൾ ചോദിച്ചു. ഏയ് ഇല്ല ജാസ്മിൻ, ഉറങ്ങാനുള്ള സമയത്ത് അതൊക്കെ ഇനി ഞാൻ മേക്കപ്പ് ചെയ്തോളാം. അവൻ ചിരിച്ചുകൊണ്ട് കോണിപ്പടികൾ കയറി. ജെനിയെ സഹായിക്കാൻ ജാസ്മിൻ അടുക്കളയിൽ ചെന്നു. എല്ലാം കഴിഞ്ഞോ? ജെനി തിരക്കി. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു ചേച്ചി. വിശക്കുന്നുണ്ടോ നിനക്ക്? ഉടൻ ചോറ് തരാം, മീൻകറി തിളച്ചു കഴിഞ്ഞു. ധൃതിയില്ല ചേച്ചി. ഉച്ചയൂണിൻ്റെ നേരമായപ്പോൾ ബോബി വന്നു. ക്രിസ്റ്റിയും ഊണിന് വന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഊണ് കഴിഞ്ഞ് ജാസ്മിൻ ഒന്ന് മയങ്ങാൻ കിടന്നു. അപ്പോഴാണ് അവളുടെ മൊബൈലിൽ സഞ്ജയിൻ്റെ വിളി വന്നത്. ഒന്ന് സംശയിച്ചെങ്കിലും അവൾ കോൾ എടുത്തു. എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് അറിയണമല്ലോ. ഹലോ ജാസ്മിൻ, ഊണൊക്കെ കഴിഞ്ഞോ? സൗഹൃദഭാവത്തിൽ സഞ്ജയ് ചോദിച്ചു. കഴിഞ്ഞു. നീ വീട്ടിലാണല്ലേ? ആലപ്പുഴയിലോ? അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. എൻ്റെ മോളെ, നീ എന്നെ വെടിയാക്കാൻ നോക്കല്ലേ. ഞാനിപ്പോൾ നിൻ്റെ അടുത്തുണ്ട്, വളരെ വളരെ അടുത്ത്. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്ന കാലം കഴിഞ്ഞു. നീ ഇപ്പോൾ വട്ടവടയിലുണ്ട് അല്ലേ? ജാസ്മിൻ ഞെട്ടി. ആ റേപ്പിസ്റ്റിനെ നീ കണ്ട കാര്യവും അവനിൽ നിന്ന് വിവരങ്ങൾ ബുദ്ധിപൂർവ്വം ചോർത്തിയെടുത്ത സംഭവവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിന്റെ ഉദ്ദേശം അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ നിന്നെ അവൻ... അത് ഞാൻ പറയുന്നില്ല. ജാസ്മിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും ഞാൻ അവനോട് പറയുകയില്ല. പക്ഷേ പകരം നീ എനിക്കൊരു ഫേവർ ചെയ്യണം. ഞാൻ കാറുമായിട്ട് വരും, നീ എൻ്റെ കൂടെ വരണം. ഞാനിവിടെ ഒരു ഹോട്ടലിലാണ് താമസം. പിറ്റേന്ന് തിരിച്ചു പോകാം. നോ, ഞാൻ വരില്ല. നിന്റെ ആഗ്രഹം നടക്കത്തില്ല സഞ്ജയ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. അയാൾ വീണ്ടും ചിരിച്ചു. വരില്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോൾ തന്നെ വട്ടവടയിലേക്ക് പുറപ്പെടുകയാണ്. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവനെ കണ്ട് നിന്റെ വരവിൻ്റെ ഉദ്ദേശവും ഞാൻ പറയും. പക്ഷേ ഇനിയും നിനക്ക് ചിന്തിക്കാൻ സമയമുണ്ട്. നീ റോഡിലേക്കിറങ്ങി എവിടെയെങ്കിലും നിന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ അവിടെ വന്ന് നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം. സഞ്ജയ് കോൾ കട്ട് ചെയ്തു. ശക്തമായി കൊണ്ടിരിക്കുന്ന തണുപ്പിലും ജാസ്മിൻ ഇരുന്ന് വിയർത്തു. ിൽ ആരോ മുട്ടി ഞെട്ടലോടെ ജാസ്മിൻ തലയുയർത്തി നോക്കി. വീട് തപ്പിപ്പിടിച്ച് സഞ്ജയ് ഇത്ര വേഗം വന്നോ? വട്ടവടയിൽ എത്തിയെങ്കിൽ ചെട്ടിശ്ശേരി വീട് കണ്ടുപിടിക്കാൻ അവനൊട്ടും പ്രയാസപ്പെട്ട് കാണുകയില്ല. അവൻ ഫോൺ ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറിലേറെ സമയമായിട്ടുണ്ട്. ജാസ്മിൻ, മുട്ടി വിളിച്ചത് ജനിച്ചേച്ചിയാണ്. കോപത്താടെയാണ് ജനിച്ചേച്ചി വിളിച്ചത്. ജാസ്മിൻ മെല്ലെ എഴുന്നേറ്റു. അവളുടെ കാലുകൾ മരവിച്ചു പോയിരുന്നു. മുന്നോട്ട് നടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ക്രിസ്റ്റി ഹോട്ടലിലേക്ക് പോകാൻ സമയമായിട്ടില്ല. സഞ്ജയ് വന്ന് എല്ലാം ക്രിസ്റ്റിയോട് പറഞ്ഞു കാണും. ജാസ്മിൻ, ഇത്തവണ കൂടുതൽ ഉച്ചത്തിലാണ് ജെനി വിളിച്ചത്. വാതിലിൽ മുട്ടുന്നതിൻ്റെ ശക്തിയും കൂടുതലായിരുന്നു. ഒരു വിധത്തിൽ ജാസ്മിൻ ചെന്ന് വാതിലിൻ്റെ ബോൾട്ട് എടുത്തു. വെളിയിൽ ജെനി നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? എന്തൊരു ഉറക്കമാ ജാസ്മിൻ ഇത്? അത്ഭുതത്തോടെ ജെനി അവളെ നോക്കി. ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല. വിളറിയ മുഖത്തോടെ അവൾ പറഞ്ഞു. ചായ ഉണ്ടാക്കി വെച്ചിട്ടാ വിളിച്ചേ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചൂടോടെ കഴിക്കണമെങ്കിൽ ഉടൻ കുടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കും. ജീസസ്, സഞ്ജയ് വന്ന ലക്ഷണമില്ല. ക്രിസ്റ്റി പോയോ? അവൾ ചോദിച്ചു. ഇല്ല, മണി 3:30 ആയതല്ലേ ഉള്ളൂ. നീ വാ. ജെനിയുടെ പിന്നാലെ അവൾ ഊണുമുറിയിലേക്ക് ചെന്നു. ജെനി അവൾക്ക് ചായയും അരിമുറുക്കും കഴിക്കാൻ കൊടുത്തു. അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. സഞ്ജയ് ഏത് നിമിഷത്തിലും
എത്തും. അവൻ പലതും വിളിച്ചു പറയും. എല്ലാം ക്രിസ്റ്റി കേൾക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. എന്താ ജാസ്, നീ ഇഞ്ചി കടിച്ചതുപോലെ ഇരിക്കുന്നേ? ചായ കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അവൾ ചായ എടുത്ത് കുടിച്ചു. മുറുക്ക് വേണ്ടായോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ. ഇപ്പം വേണ്ട ചേച്ചി, പിന്നെ മതി. അവൾ വീണ്ടും സ്വന്തം മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. താൻ വട്ടവടയിലുണ്ടെന്ന് സഞ്ജയ് എങ്ങനെ മനസ്സിലാക്കി? അതിനൊരു സാധ്യതയുമില്ല. ഒരുപക്ഷെ അവൻ അവകാശപ്പെട്ടതുപോലെ മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ ഉപയോഗിച്ച് ഏത് ടവറിൻ്റെ പരിധിക്കുള്ളിലാണെന്ന് അവൻ കണ്ടുപിടിച്ചതാണെങ്കിലോ? പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി. ട്രീസ വഴി അവൻ്റെ നീക്കങ്ങൾ കണ്ടുപിടിക്കാം. ട്രീസ അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അവൾ ചോദിച്ചാൽ അവൻ എല്ലാം തുറന്നു പറയും. അപ്പോൾ തന്നെ ട്രീസയുടെ നമ്പർ എടുത്ത് ജാസ്മിൻ വിളിച്ചു. എന്താടി, പ്രശ്നം വല്ലതുമുണ്ടോ? കോൾ എടുത്ത് ട്രീസ ചോദിച്ചു. എന്ത് പ്രശ്നം? ഒന്നുമില്ല. നാളെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ജാസ്മിൻ ഒരു നുണ തട്ടിവിട്ടു. ഇത്ര വേഗം? മുഴുവൻ തീർന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വരുന്നുണ്ട്. സഞ്ജയ് നിന്നെ വിളിക്കാറുണ്ടോ? ഇന്നലെയും വിളിച്ചിരുന്നു. മൂന്നാറിലുള്ള ഏതോ ഹോട്ടലിലാണെന്നാണ് പറഞ്ഞത്. അവന് അവിടെ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ? കുറച്ചു മുമ്പ് അവൻ എന്നെ വിളിച്ചിരുന്നു. ഒരു തരം ബ്ലാക്ക് മെയിലിംഗ്. അവൻ താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ചെല്ലണമെന്ന്, അല്ലെങ്കിൽ സകലതും കുഴപ്പത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവൻ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യത്തില്ലടി. അതിനുള്ള ഗട്ട്സൊന്നും അവനില്ല. നീർക്കോലി കടിച്ചാലും അത്താഴം മുടക്കാൻ പറ്റുമെന്നല്ലേ ചൊല്ല്. നീ സമാധാനമായിട്ടിരിക്കെ. ഞാൻ അവനെ ഒന്ന് വിളിക്കാം. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം അവനറിയല്ലേ? ജാസ്മിൻ അഭ്യർത്ഥിച്ചു. ഇല്ലെന്നേ, നീ പേടിക്കാതെ. ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാം. ട്രീസ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് അവൾ സഞ്ജയിനെ വിളിച്ചു. ഹായ് ട്രീസ, സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. നീ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അയാൾ അത്ഭുതത്തോടെ പറഞ്ഞു. അതാണ് ട്രീസ. ആരും വിചാരിക്കാത്തത് ചെയ്യുന്നവളാണ് ഞാൻ. അക്കാര്യം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പലതവണ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്നാണ് കാണുന്നത്? കൊതിയോടെ അയാൾ ചോദിച്ചു. നീ ഇപ്പോൾ എവിടെയാണ്? മൂന്നാറിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. തനിച്ച്? അതേടാ, കള്ളം പറയില്ലേ മോനെ. ആരാ കൂടെയുള്ളത്? ട്രീസ വിട്ടില്ല. സത്യമാ മോളെ, ഞാൻ തനിച്ചാണ് വന്നത്. ഒരാളെ കാണാൻ വേണ്ടിയാ. പക്ഷേ കക്ഷി എവിടാണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ആണോ പെണ്ണോ? അത് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൾ ചിരിച്ചു. കുറുക്കൻ എപ്പോഴും ഒരു ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്ക്, അവൾ പറഞ്ഞു. ഞാൻ വിളിക്കാം. നമുക്കൊന്ന് കൂടണം. ഓക്കേടാ. അവൾ കോൾ കട്ട് ചെയ്തു. ട്രീസ ഉടൻ തന്നെ ജാസ്മിനെ വിളിച്ചു. അവൻ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ നീ എവിടെയാണെന്ന് പിടികിട്ടിയിട്ടില്ല. നീ എത്രയും വേഗം അവിടുത്തെ വർക്ക് തീർത്ത് പോകാൻ നോക്ക്. അതാ നല്ലത്. താങ്ക്സ് ട്രീസ. ജാസ്മിന് ആശ്വാസം തോന്നി. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഗേറ്റിനടുത്ത് ക്രിസ്റ്റിയും സ്കൂൾ യൂണിഫോമിൽ മലർക്കൊടിയും നിൽക്കുന്നത് അവൾ കണ്ടു. അടുത്ത ഭാഗം നാളെ.